ഇഹിയാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈത്തപ്പഴ അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇനി ഇതുപോലൊരു പാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. പാത്രം ഒന്ന് ചൂടായി വരുമ്പോഴേക്കും 1 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരിക്കലും വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. ഇനി ഇതിലേക്ക് 250 ഗ്രാം വെളുത്തുള്ളി, ഒരു 6 പച്ചമുളക്, ആവശ്യത്തിന് കറിവേപ്പില, ഇതെല്ലാം കൂടെ ഇട്ട് ചെറിയൊരു ബ്രൗൺ നിറമാവുന്നത് ഒന്ന് വഴറ്റി കൊടുക്കാം. ഒരുപാട് അങ്ങ് ബ്രൗൺ നിറം പോകേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അതാണ്ട് ഈ ഒരു നിറമായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള കായപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ഒന്ന് ചേർത്ത് കൊടുക്കണം. ഞാനൊരു 8 ടേബിൾ സ്പൂൺ കണക്കിന് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എരി കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. പിന്നെ ഈത്തപ്പഴം ആയതുകൊണ്ട് തന്നെ മധുരം ഉള്ളത് കൊണ്ട് കുറച്ച് എരി കൂടുതലുള്ളത് നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാവുന്നതാണ്. അപ്പോൾ മുളക് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ആ എണ്ണയിലിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിക്കിട്ടട്ടെ. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ 1/2 കിലോ ഈത്തപ്പഴത്തിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കുരുവൊക്കെ കളഞ്ഞ് ചെറിയ ചെറിയ പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടെ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈത്തപ്പഴം കൂടി ചേർത്ത് ചെറു തീയിലിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അരപ്പൊക്കെ നന്നായിട്ട് തന്നെ ഈത്തപ്പഴത്തിലേക്ക് എല്ലാ ഭാഗത്തും എത്തിക്കിട്ടണം. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അരപ്പൊക്കെ നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വെള്ളമൊന്നും ചേർക്കേണ്ട ഒരാവശ്യവുമില്ല. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ അധിക ദിവസമൊന്നും ഇരിക്കത്തില്ല, പെട്ടെന്ന് പൂത്തു പോകും. അപ്പോൾ ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം തണുത്തതിന് ശേഷം മാത്രമേ നമുക്ക് ഇതിലേക്ക് വിനീഗർ ചേർക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ തണുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വിനീഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വിനീഗറും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ ഇനി ഇത് നമുക്ക് കുപ്പിയിലോ കൂടുതലായിട്ടും കുപ്പിയിലോ ഭരണിയിലോ ആണ് നല്ലത് സൂക്ഷിച്ച് വയ്ക്കാനായിട്ട്. ഒരിക്കലും പ്ലാസ്റ്റിക്കിൽ നിങ്ങൾ ഇട്ട് വയ്ക്കരുത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഭരണിയിലേക്കാണ് ഞാനിതൊന്ന് ഇട്ട് വയ്ക്കുന്നത്. അപ്പോൾ നന്നായിട്ട് തന്നെ നമുക്കിതെല്ലാം ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിട്ട് ഒരാഴ്ചയ്ക്ക് ശേഷം മാത്രം നിങ്ങൾ കഴിക്കാൻ നോക്കുക. അതാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. ഉടനെ കഴിച്ചാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.